എറണാകുളം പൂയംകുട്ടി കുട്ടമ്പുഴയാറിൽ ഒഴുകിപ്പോയ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. ഭൂതത്താൻകെട്ട് ഡാം ഭാഗത്തു നിന്നാണ് ജഡം കണ്ടെത്തിയത്. എസ് ശരൺ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. മുൻപ് ശരൺ സംസാരിക്കുമ്പോൾ ഈ കാട്ടാന ചരിഞ്ഞതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ആനയുടെ ജഡം കണ്ടെത്തിയത്? തീർച്ചയായിട്ടും, അതായത് ഈ കുട്ടമ്പുഴയാറിൽ നേരത്തെ ഒഴുക്കിൽപ്പെട്ടത് ഈ ചരിഞ്ഞ ആനയാണോ എന്നുള്ള വലിയ സംശയമാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചിരുന്നത്. അതിനാണ് ഒരു സ്ഥിരീകരണം ആയിരിക്കുന്നത്. അതായത് പൂയംകുട്ടി വനമേഖലയിൽ നിന്നുമാണ് ഈ ജഡം ഒഴുകി വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നത്. അതാണ് പിന്നീട് ഒഴുകി ഈ ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഭാഗത്ത് വരെ എത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും നേരത്തെ നല്ല നിലയിൽ തന്നെ ഒഴുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒഴുക്കിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഭൂതത്താൻകെട്ട് ഡാം ഭാഗത്തേക്ക് എത്തുകയും ചെയ്തിരുന്നത്. ഈ ജഡം ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ വലിയ രീതിയിലുള്ള പരിശ്രമം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവർ സജ്ജമാക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഉച്ചയ്ക്ക് 1:30 കൂടി ഈ ജഡം ഭൂതത്താൻകെട്ട് ഡാം പരിസരത്ത് നിന്നും കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. രാവിലെ 9:30 കൂടിയാണ് ഈ ജഡം ഒഴുകി പോകുന്നത് ഈ മത്സ്യബന്ധനത്തിനായി വള്ളത്തിൽ പോയ ആളുകൾ കണ്ടിരുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിരുന്നത്. തുടക്കത്തിൽ അവർക്ക് ഒരു ദൃശ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതായത് ഇത്തരത്തിൽ ജഡം ഒഴുകി പോകുന്നതിന്റെ ദൃശ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന് അപ്പുറമുള്ള വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വലിയ രീതിയിലുള്ള തിരച്ചിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജഡം കണ്ടെത്തുകയും ഇത് കരക്കെത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി ശരൺ, തുടരണം. എന്തായാലും പൂയംകുട്ടി കുട്ടൻപുഴയാറിൽ ഒഴുകിപ്പോയ കാട്ടാനയുടെ ജഡമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.